കൊതികൊണ്ടാണ് പൊലച്ചക്ക് എഴുന്നേറ്റ് നടക്കുന്നത്. ഈശ്വരാ, ഖാലിദ്ക്ക് എന്തെങ്കിലും? എന്റെ പടച്ചോനെ, ഞാനിത് എങ്ങനെ സഹിക്കും? എന്താ ആമി കടന്ന് നിലവിളിക്കാതെ, ആൾക്കാർ കേട്ടാ പിന്നെ മിണ്ടാണ്ടിരുന്ന ആളുകള്. എന്തൊക്കെ പറ്റിയത്? ഒന്നുമില്ല എന്റെ പുഷ്പ, കോയിക്കളെല്ലാം ചത്ത് കിടക്കണം. വല്ല പാമ്പോ മറ്റേ കടിച്ചാണെന്ന് പാമ്പ് കടിച്ചൊന്നല്ല, കൊന്നതാ. ഏതോ ഹറാമർന്നമാര് കൊന്നതാ. നശിച്ചു പോത്തുള്ളൂ അറ്റോളൂ. റബ്ബേ, എന്റെ കോഴികളെ കൊന്ന പണ്ടാരക്കാല തലയിൽ ഇടുത്തി വീണേ. ഈ ഒരു കുഴി കുറ്റി ആയിട്ടങ്ങളെ കുഴിച്ചിട്. വെറുതെ മനുഷ്യനെ പേടിപ്പിച്ചു. പിന്നെ ചന്ദനമുട്ടിൽ വെച്ച് ദഹിപ്പിക്കാനാണെന്ന് കരുതിയ? ഈ വിഷം തീണ്ടി ചത്ത കോഴിനെ തിന്നാൻ പാടില്ല. മോളിറങ്ങിക്കോ, ഇറങ്ങിക്കോ. ബാഗ് കോഴി ചത്താരും മൽത്താഫ് എങ്ങനെ അറിഞ്ഞു? അത് ഞാൻ കാലത്ത് വരുമ്പോ കോഴിക്ക് സുഖമില്ലായിരുന്നു. എന്ത് സൂക്കേട്? ജലദോഷോ അതോ ചിക്കൻ പനിയാ? വേഗം വാ, വെല്ലടിക്കാനായി. ഇനി നീ എങ്ങാനും ഞാൻ അവനോട് പറഞ്ഞ ഹോംവർക്ക് ചെയ്തോ? നീ പോയി പറ. എടാ, എന്താടാ നീ ചെയ്തത്? എന്താടാ? ഒന്നുമില്ലടാ, ഒരു ഐ ലവ് യു പറഞ്ഞതിന് അവള് കിടന്ന് സീൻ ഉണ്ടാക്കുന്നത്. കുഴപ്പാവോ? കുഴപ്പാവട്ടെ. എടാ, അവള് മിസ്സിനോട് പറയും. പറയട്ടെ. എടാ, മിസ് പാരന്റ്സിനോട് പറയും. പറയട്ടെ. പിന്നെ പാരന്റ്സിന്റെ മുമ്പിൽ നിപുണയെ ഇൻട്രോഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സത്യം പറഞ്ഞു കൊടുക്കും. നീ ഫോർത്ത് ഇയിലെ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. പഠനത്തിൽ വളരെ വീക്കായ 4-5 കുട്ടികൾ ആ ക്ലാസ്സിലുണ്ട്. അവരുടെ ഡിസ്റ്റർബൻസ് കാരണം മറ്റു കുട്ടികൾ കൂടി പഠിക്കാനുള്ള കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ശ്രദ്ധിച്ചോളാം. ക്ലാസ് നല്ല അച്ചടക്കമുള്ളതായിരിക്കണം. ടീച്ചിങ്ങിനേക്കാൾ ഞങ്ങൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് ഡിസിപ്ലിനാണ്. 45 മിനിറ്റ്സ് കുട്ടികളെ അടക്കിയിരുത്താൻ കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചു എന്നർത്ഥം. ഓക്കെ? ഓക്കെ മദർ. ആ, ഇത്തരം വേഷം കെട്ടലുകളൊക്കെ അവോയ്ഡ് ചെയ്യണം. അയ്യോ സോറി മദർ, ഇത് കുഞ്ഞുനാളിലെ മുത്തശ്ശി മന്ത്രിച്ചു കുത്തിയതാ. ഇവിടെ ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. അറിയാം മദർ. കരുണൻ, ഒന്നിങ്ങോട്ട് വരൂ. അല്ല, ഡിസിപ്ലിന്റെ കാര്യത്തിൽ ഞാൻ പെർഫെക്റ്റ് ആയിരിക്കും. കാതിൽ മാത്രം അടിക്കാൻ പറയരുത്. കരുണ, സാറിന് ആ ഫോർത്ത് ഇ ഒന്ന് കാണിച്ചു കൊടുക്ക്. വരൂ സാർ. താങ്ക് യു മദർ. തുടക്കം തന്നെ നല്ല ക്ലാസ്സിലേക്കാണല്ലോ സാർ പോകുന്നത്. ക്ലാസ് അല്ലത്, കാർഗിലാണത്. കാർഗിലോ? കുറെ തല തെറിഞ്ഞ പിള്ളേരുണ്ട് സാർ. ഒന്നിനും എന്നെ കണ്ണിന് നേരെ കണ്ടുകൂടാ. അതെന്താ? പൂത്ത കാശുള്ള വീട്ടിലെ ഞങ്ങളാ. എല്ലാവരും കടം ചോദിച്ചെന്റെ പിന്നാലെ വരും. ഞാൻ നല്ല അടി വെച്ചു കൊടുക്കും. ഞാനൊരു പ്യൂൺ മാത്രമല്ല, സ്റ്റുഡന്റ് ആണോ? അതെന്താ സാർ അങ്ങനെ ചോദിച്ചത്? അല്ല, സ്കൂൾ യൂണിഫോം ഇട്ടോണ്ട് ചോദിച്ചതാ. ഞാനൊരു ഫിലിം ഡയറക്ടർ കൂടിയാണ് സാർ. സാർ ജോഷി സാറിനെ കണ്ടിട്ടില്ലേ? ഫുൾ വൈറ്റ് അല്ലേ? ഈ ഫോർത്ത് എവിടെയാ? അത് അടുത്ത ഫ്ലോറിലാ. ഇയാളെടുക്കുന്ന വശമില്ല. സാറ് നല്ല ഫിഗറാ. സിനിമയിൽ ഒരു കൈ നോക്കരുതോ? കൈ നോട്ടം എനിക്ക് വശമില്ല. പപ്പ കാശ് തരാൻ പറഞ്ഞു. അത് ഞാൻ വാങ്ങിക്കോളാം. പിന്നെ കാശ് കൊടുക്കാൻ പോകും. Go to your classes. Go to your classes. Don't play outside. Don't play outside. Go to your classes. Go inside.
ഒരു 1000 റുപ്പീസ് എടുക്കാനുണ്ടാവൂ? ഇതല്ലേ ക്ലാസ്? ആ അതാ ക്ലാസ്. കാശ് ഇപ്പൊ വേണമെന്നില്ല, വൈകിട്ട് പോകുമ്പോ തന്നാ മതി. ഒരു ക്യാമറ വരെ തിരിച്ചു വിടാനാ. ഈ പിള്ളേര് നാണം കെടുത്ത മനുഷ്യനെ. ആ എന്നാ എല്ലാം പറഞ്ഞതുപോലെ വൈകിട്ട് കണ്ടാ മതി. ഓൾ ദ ബെസ്റ്റ് സർ. Go inside, go inside. Go inside your class. അത് കലക്കി. എനിക്ക് ഇവിടെ ചോദിക്കാനും പറയാൻ ആളൊക്കെ ഉണ്ട്. Please sit down. നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊന്നും അല്ലല്ലോ ഞാൻ കേട്ടത്. എല്ലാം നല്ല മിടുക്കികളും മിടുക്കന്മാരാന്നൊക്കെ പറഞ്ഞിട്ട് എന്തെത്ര സൈലന്റ് ആയത്? കുറച്ചൊക്കെ ബഹളം വെക്കണ്ടേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടിക്കാലം നഷ്ടപ്പെട്ടു പോവില്ലേ? Silence! ഡാഗിനി അമ്മ Is this maths class or dance class? മദർ ഡാൻസ് ക്ലാസ് അല്ലേ? ഡാൻസ് ക്ലാസ് അല്ലേ? Silence! സൈലൻസ് സൈലൻസ്. വെറും മാത്സ് മാത്രം മതിയോ? കുറച്ച് ഡാൻസ് ഒക്കെ വേണ്ടേ? വെറും എഞ്ചിനീയറും ഡോക്ടറും മാത്രമായാൽ ശരിയാവോ? ചിലർക്ക് പാട്ട് പാടാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് സ്പോർട്സിലായിരിക്കും ഇഷ്ടം, അല്ലേ? വെരി ഗുഡ്. പോയി പറ. എന്താ മോൾക്ക് വല്ലതും പറയാനുണ്ടോ? എന്തോ പറയുന്നത് കേട്ടല്ലോ. സാർ ഇവൾക്ക് എന്തോ പറയാനുണ്ട്. ആ ദാ അധ്യാപകരോടും അമ്മയോടും എല്ലാം തുറന്നു പറയേണ്ടതാ കേട്ടോ. അപ്പൊ വാപ്പാനോട് പറയട്ടെ സാർ? നിന്റെ പേര് ഷാജഹാൻ എന്നല്ലേ? അതെ. ആ നീ ബാപ്പയോട് പറഞ്ഞില്ലെങ്കിലും മുംതാസിനോട് പോയി പറയണം. മുംതാസ് ആരാന്നറിയോ? ഷാജാന്റെ ഓള്. എടാ നിങ്ങൾക്കാണ് ബുദ്ധിയില്ലാന്ന് പറഞ്ഞതേ. ആ ഷാജഹാൻ ഇരിക്കെ. നീ ഇപ്പൊടൊക്കെ എന്താ പറയാനുള്ളത്? സാറിന് ഇവളുടെ പേരറിയോ? ആ എനിക്ക് ഈ ക്ലാസ്സിലെ എല്ലാവരുടെ പേരും അറിയാം. അനുശ്രീ. നീ ഇവിടെ പറയ്, എന്താ മോളുടെ പ്രശ്നം? ഓക്കെ, ഇപ്പൊ പറയണമെന്നില്ല, ക്ലാസ് കഴിഞ്ഞിട്ട് പറയണം. നൗ ലിസൺ. പറയാനുള്ളത് എന്തും ആരുടെ മുന്നിലും തുറന്ന് പറയണം. എന്നാലേ നമ്മളൊക്കെ ഉത്തമ പൗരന്മാരായി വളരുകയുള്ളൂ. നിങ്ങളൊക്കെ നാളെ മന്ത്രിയോ ആർട്ടിസ്റ്റോ ഡോക്ടറോ ഒക്കെ ആയി തീരാനുള്ളതല്ലേ? ആ പറ, നീ പുണയ്ക്ക് ആരായി തീരാനാണ് ആഗ്രഹം? എയറോസ്റ്റസ്. എന്തിനാ ചിരിക്കുന്നേ? ചിരിക്കണ്ട. വെരി ഗുഡ്. നമ്മൾ ആരായി തീരണമെന്ന് ആഗ്രഹിക്കുന്നു അതായി തീരും നമ്മൾ. ആഗ്രഹിച്ചാൽ മാത്രം മതി സാർ. അത് പോരാ, അതിനായി ട്രൈ ചെയ്യണം, അതായി തീരാൻ പരിശ്രമിക്കുകയും വേണം. നിനക്കാരാവാനാണ് ആഗ്രഹം? പൈലറ്റ്. ഇനി മുതൽ ജിൻസിലിന്റെ ലക്ഷ്യം പൈലറ്റ് ആവാൻ വേണ്ടി മാത്രമായിരിക്കും, അല്ലേ ജിൻസിലെ? യെസ് സാർ. എനിക്ക് ഡോക്ടർ ആണോ? വെരി ഗുഡ്. ആ നിനക്കോ? ഡോക്ടർ, ടീച്ചർ, അഡ്വക്കേറ്റ്, Good. എഞ്ചിനീയർ, ഫിലിം ആർട്ടിസ്റ്റ്, ടീച്ചർ, മിനിസ്റ്റർ, സോൾജിയർ, ഡാൻസർ, സയന്റിസ്റ്റ്. ഓക്കെ സിറ്റ് ഡൗൺ. ഇനി നിനക്കാരാവാനാണ് ആഗ്രഹം? Come on, tell me. നമുക്ക് ആരെങ്കിലുമൊക്കെ ആകാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? ഡോക്ടറോ എഞ്ചിനീയറോ സിംഗറോ അങ്ങനെ ഇല്ലേ? അത് എന്താണെങ്കിലും പറയൂ. ആരുടെ മുമ്പിലും എന്തും തുറന്നു പറയണമെന്ന് സാർ ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ. പറ.
വളർന്നു വലുതാവുമ്പോ അൽത്താഫിന് ആരാവാനാണ് ആഗ്രഹം? അറിയില്ല. അറിയില്ലേ? ആഗ്രഹിച്ചിട്ടില്ല? അത് പറ്റില്ലല്ലോ. നമുക്കൊരു ലക്ഷ്യബോധമൊക്കെ വേണ്ടേ? അൽത്താഫ് കണ്ടില്ലേ, ഈ ക്ലാസ്സിലെ മറ്റെല്ലാ കുട്ടികൾക്കും ഒരു ആഗ്രഹമുണ്ട് അവരാരായി തീരണമെന്ന്. അൽത്താഫിനും അങ്ങനെ ഒരു ലക്ഷ്യം വേണം. നാളെ വരുമ്പോൾ അൽത്താഫ് ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കണം. അൽത്താഫിന് ആരാവാനാണ് ആഗ്രഹം എന്ന തീരുമാനത്തിൽ ഞാൻ ചോദിക്കും. ഓക്കെ? മിടുക്കൻ. ബിസ്മി ചൊല്ലാതെ കൊന്ന തിന്നരുത് എന്നാ ഉപ്പ പറഞ്ഞത്. കുഞ്ഞിക്ക, നാളെ കൊല്ലുമ്പോ ബിസ്മി കൊല്ലണോ? തിന്നാൻ വേണ്ടി കൊല്ലുമ്പോ ബിസ്മി കൊല്ലണം, കൊല്ലാൻ വേണ്ടി കൊല്ലുമ്പോ ബിസ്മി കൊല്ലണ്ടോ? ഒലക്കേന്റെ മൂട് എന്റെ മീനുണ്ടോ? ബിസ്മി കേട്ടാണ് ആദ്യം കൊല്ലുന്നത്. ആരടാ അത്? അതാ ഭഗത്താ. നാളെ അവനെ ഉറപ്പായിട്ട് പണി. എന്താ ഓൻ പിന്നെ ഇവിടെ വികൃതി കാട്ടിയോ? വികൃതിയല്ല, ലവ്. നാളെ അവള് ഉറപ്പായിട്ട് മിസ്സിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യും. ഓള് കംപ്ലൈന്റ് ചെയ്യൂല. ചെയ്യും, നീ നോക്കിക്കോ. ലവന് കംപ്ലൈന്റ് ചെയ്യണോ? മിണ്ടാണ്ടിരടി, ഞാൻ പറഞ്ഞെടുക്കും. എന്ത് നിങ്ങൾ രണ്ടാളും കൂടെ കോയിലെ വിഷം കൊടുത്തുന്നത്? പറഞ്ഞാ പിന്നെ നിനക്ക് ഒരിക്കലും മഞ്ചു കൊടുച്ചു തരില്ല. എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കടേ. വണ്ടി പുക വണ്ടി 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 നിന്നെ പോലെ. ചില പഞ്ചറുകൾ ഇങ്ങനെയാണല്ലേ, എത്ര അടച്ചാലും അടയൂല. വലിയ കാലിക്ക അല്ല കാലിക്ക, ഈ സൈക്കിൾ കണ്ടുപിടിച്ച ആരാണ്? സൈക്കിളേ കണ്ടുപിടിച്ചത് ഞാനല്ല. ഞാനും അല്ല. പിന്നെ ആരാ? സൈക്കിള് പിന്നെയും മഞ്ചറായി. ഇതും മഞ്ചറായി. ആ, അത് പിന്നെ പറയാനുണ്ടാ? അൽത്താഫിന്റെ സൈക്കിളിന്റെ ചങ്ങല പോയി കഴിഞ്ഞാൽ നിന്റെ സൈക്കിളിന്റെ ചങ്ങല പോകും. നിന്റെ സൈക്കിള് പഞ്ചറായി കഴിഞ്ഞാൽ അൽത്താഫിന്റെ സൈക്കിളും പഞ്ചറാകും. അതെ, മര്യാദയ്ക്ക് ഒട്ടിക്കാത്തോണ്ടാ. അതന്നെ. കേട്ടേക്കാ, ഇപ്പൊ കുറ്റം മുഴുവൻ എന്റെ വിലക്കായി. പുഷ്പ, വേണമെങ്കിൽ 2 വാൾ ട്യൂബ് മാറ്റിയിട്ട് പഞ്ചർ ഒട്ടിച്ചൂട്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചില പഞ്ചറുകൾ എത്ര അടച്ചാലും അടയൂല, പ്രത്യേകിച്ച് തുളം മാത്രമുള്ള ട്യൂബുകള്. ഉപ്പാ, കുഞ്ഞിക്ക് സ്കേറ്റിംഗ് ഷൂ വാങ്ങിയോ? ആദ്യം പഠിച്ചൊരു ജോലി സമ്പാദിക്കുക, എന്നിട്ട് മതി കളി. കാശില്ലാത്ത ഓരോ ഏടാകൂടങ്ങള്. വാ പോകാം. അൽത്താഫേ, അൽത്താഫേ നിന്നെ. മോനെ ഉപ്പ വഴക്ക് പറഞ്ഞല്ലേട്ടാ. വാടക ചോദിക്കാൻ ഹാജര് വന്നിരുന്നു. ഉള്ള കാശ് മൊത്തം അയാൾക്ക് കൊടുത്ത്. മോന് ഷൂ വാങ്ങാൻ വെച്ച കാശാണെന്ന് പറഞ്ഞിട്ട് ആചാരി കേട്ടില്ല. അതുകൊണ്ടാണ് ട്ടാ. തട്ടിപ്പാടാ. da da